പുരുകത്തിന് ഭയങ്കര കട്ടിക്കുറവാണ്. അതുപോലെ തന്നെ നല്ല ഹെയർ ഫോൾ ഉണ്ട്. പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ പിരുകം എഴുതി കൊടുക്കണം. അത് മാത്രമല്ല കംപ്ലൈൻറ്റ്, പിരുകത്തിന് നല്ലപോലെ ഗ്യാപ്പ് വരുന്നുണ്ട്. കുട്ടികൾക്കും ഒക്കെ പ്രശ്നമാണ്. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഇത് മാറാനായിട്ടൊരു ഓയിൽ ഉണ്ടാക്കി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ. ഹലോ, ഞാൻ സരിത. എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാമോ? ഐബ്രോസ് കൊഴിയണു, അതുപോലെ നല്ല ഒരു തിക്നെസ് വരണില്ല, നല്ല കറുപ്പില്ല, അതുപോലെ ഐലാഷസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും പരാതിയുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മളുടെ ഒരു ഭ്രമരയുടെ ഗ്രോത്ത് ഡ്രോപ്സ് ഉണ്ട്. അത് ഐബ്രോസ് നന്നായിട്ട് വളരാനായിട്ടും ഐലാഷസിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ഒരുപാട് നല്ല റിവ്യൂസും കാര്യങ്ങളും ഒക്കെ എനിക്ക് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നോക്കിയാൽ അറിയാം ഉണ്ട്. അത് മാത്രമല്ല, ബിഫോർ ആഫ്റ്റർ ഒക്കെ ഒരുപാട് പേര് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ ചെയ്തെടുക്കാമോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ സിറ്റീസ് അല്ലെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐബ്രോ ഗ്രോത്ത് ഓയിലാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യണത്. ഞാൻ ഈ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്, നമ്മൾ എങ്ങനെയാണ് ആ എണ്ണ കാച്ചിയെടുക്കേണ്ടതെന്നുള്ളത്. തേങ്ങാപ്പാൽ എടുത്തിട്ടാണ് ഇവിടെ ഗ്രോത്ത് ഡ്രോപ്സ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. കാരണം ഉരുക്ക് വെളിച്ചെണ്ണയാണ് എപ്പോഴും നല്ലത്. അത് വെർജിൻ കോക്കനട്ട് ഓയിൽ ആയതുകൊണ്ട് തന്നെ നല്ലതാണ്. പിന്നെ ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒരു സ്മോൾ ബാച്ചാണ്. നമ്മളിപ്പം യൂണിറ്റിലൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞെങ്കിൽ 200 ലിറ്റേഴ്സും ഒക്കെയാണ് കേട്ടോ. പിന്നെ ഇതിന് നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യണമെന്ന് പറയുന്നത് നമ്മുടെ ഫ്ലാക്സീഡ് ഓയിൽ ഉണ്ട്, ഒരു പീസ് അലോവേര ഉണ്ട്, ചെമ്പരത്തി ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തതുണ്ട്. അപ്പോൾ ഇത് ചെറിയ ബാച്ചാണ്. പിന്നെയും ഞാൻ പറയാണ്, കാരണം നമ്മൾ 200 ലിറ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കിയാൽ മാത്രമേ ഇത് ആ ഉരുക്ക് വെളിച്ചെണ്ണയൊക്കെ വന്ന് കുറച്ച് ക്വാണ്ടിറ്റി നല്ലതുപോലെ നമുക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ഇതിനെ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറ്റിലയാണ്. ഇപ്പം നിങ്ങൾക്ക് അതിശയം വരണുണ്ടാവും, വെറ്റില എന്തിനാണ് ശരിക്കും ഈ ഗ്രോത്ത് ഡ്രോപ്സിന് അല്ലെങ്കിൽ ഹെയറിന് നല്ലതാണോ എന്നൊക്കെ അല്ലേ. അതൊക്കെ കാര്യം പറഞ്ഞു തരാം. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഇരുമ്പ് ചട്ടിയിലാണ് ചെയ്തെടുക്കുക, ഏറ്റവും നല്ലതാണ്. ഇപ്പം നിങ്ങൾക്കൊരു ചെറിയ ബാച്ചൊക്കെ ചെയ്യാനായിട്ട് എന്തായാലും എല്ലാവരുടെയും വീട്ടിൽ ഇരുമ്പ് ചട്ടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച തേങ്ങ അരച്ച് നല്ലതുപോലെ പിഴിഞ്ഞെടുത്തതാണ്. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വേണം കേട്ടോ അരയ്ക്കാനായിട്ട്. ഒരു ഫുൾ തേങ്ങയാണ് എടുക്കുന്നെങ്കിൽ ഒരു 3/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കുക. ഇതിലേക്ക് ഞാൻ മുമ്പേ കാണിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. പേസ്റ്റ് എന്ന് പറയുമ്പം ഫൈൻ പേസ്റ്റ് അല്ല കേട്ടോ, കുറച്ച് തരിതരിപ്പുള്ള പേസ്റ്റ് വേണം. എങ്കിലേ നമുക്കത് ഉണ്ടാക്കി എടുക്കുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് തീ കൂട്ടിയിടരുത്, കരിഞ്ഞു പോകും. പണ്ടില്ല പറയില്ലേ, വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞതുപോലെ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഐബ്രോസ് നന്നായിട്ട് കൊഴിഞ്ഞു പോകട്ടോ. അതുകൊണ്ടാണ് പറയണത്, വളരെ ശ്രദ്ധിക്കണം. പിന്നെ ഇതിനകത്തുനിന്ന് ഉരുകി നമ്മുടെ വെളിച്ചെണ്ണ ഇറങ്ങണം. അത് കുറച്ച് പ്രയാസമാണ്. വേറെ വെളിച്ചെണ്ണയോ കാര്യങ്ങളോ ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യരുത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നന്നായി കുറുകി വരട്ടെ. ടെമ്പറേച്ചർ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഞാൻ പണ്ട് ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ടെമ്പറേച്ചർ കൂടി കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മുടി കൊഴിച്ചിലുണ്ടാവും. ടെമ്പറേച്ചർ കറക്റ്റ് പാകമായിട്ടില്ലാച്ചപ്പോൾ നമുക്ക് തലനീരൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഇതിനകത്ത്. നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് നമ്മളുടെ കുന്തിരിക്കം ഉണ്ടല്ലോ. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയാമെന്ന് എനിക്ക് അറിയില്ല. കുന്തിരിക്കം എന്നാണ് കേട്ടോ കൊല്ലം സൈഡിലൊക്കെ മെയിനായിട്ട് പറയാം. അപ്പോൾ ഇതൊരു ചെറിയ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതും എന്തിനാണെന്ന് നിങ്ങൾക്ക് ഒരു അതിശയം ഉണ്ടാവും. പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് നീലയമരിയാണ്. അപ്പോൾ കുന്തിരിക്കവും വെറ്റിലയെന്ന് പറയണതേ നന്നായിട്ട് നമ്മളുടെ ഹെയർ റൂട്ട്സ് ഉണ്ടല്ലോ അതിനെ നല്ല സ്ട്രെങ്തൻ ആക്കും. അപ്പോഴെല്ലാം നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവാണ്ടിരിക്കുള്ളൂ. കാരണം നമ്മൾ എത്ര ഗ്രോത്ത് വന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി കൊഴിഞ്ഞ് ഗ്യാപ്പ് ആവുകയാണെങ്കിൽ ഒരു കാര്യമില്ല നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ദേ പാകം ഇതാണ് കറക്റ്റ്. നിങ്ങൾ നോക്കിക്കോണേ, ആ ഒരു ബ്രൗൺ കളർ വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതൊന്ന് എടുത്തു മാറ്റാണ്. നോക്കൂ നിങ്ങൾ, നമ്മൾ എന്തോരം തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ട് കിട്ടണതാകെ ഇത്രയുമാണ്. സോ അപ്പം ഇതാണ് ബേസിക്കലി നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഗ്രോത്ത് ഡ്രോപ്സ്. പക്ഷെ ഞാനിത് ഗ്രോത്ത് ഡ്രോപ്സ് ആക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യും കേട്ടോ. കുറച്ച് എസെൻഷ്യൽ ഓയിൽസും പിന്നെ കുറച്ച് ഓയിൽ മിക്സും കാര്യങ്ങളും ഒക്കെ. അത് ഞാൻ പറഞ്ഞില്ലേ, അത് ലോക്കലി അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാത്തത്. ഇതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡ്രോപ്പർ ബോട്ടിലേക്ക് മാറ്റുന്നത്. ഒരുപാട് പേര് മേടിച്ചു, നല്ല റിവ്യൂസ് നിങ്ങൾ ബിഫോർ ആഫ്റ്റർ ഒക്കെ ഒത്തിരി പേര് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളതാണ് നമ്മളുടെ ഹെയർ ഗ്രോത്ത് ഡ്രോപ്സ്. ശരിക്കും റിവ്യൂസൊക്കെ വെബ്സൈറ്റിൽ ഒരുപാട് നല്ലതാണ് നിങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് കുഞ്ഞുങ്ങൾക്കും ഞാൻ പറഞ്ഞല്ലോ ഉരുക്ക് വെളിച്ചെണ്ണ ആയതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാം. ഒന്ന് ഇതുപോലെ കയ്യിലെടുത്തിട്ട്, വളരെ തിന്നാണ് കേട്ടോ ഓയിൽ,
നല്ലതുപോലെ ഒന്ന് പിരുകത്തിൽ മസാജ് ചെയ്ത് കൊടുക്കുക. മസാജിങ് മസ്റ്റാണ്. അത് നന്നായിട്ടൊന്ന് ഈ ഫംഗസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മാറും, ഇച്ചിങ് ഉണ്ടെങ്കിൽ മാറും, ഹെയർ ഫോൾ ഉള്ളത് മാറും, നല്ല തിക്കായിട്ട് വരും, നല്ല കറുത്ത് വരും കേട്ടോ. സോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.